പച്ചമാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു ലൊക്കേഷനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് തോന്നണമെന്ന് എനിക്കറിയാം. അത് നമ്മളൊരു അടിപൊളി സ്ഥലത്ത് തന്നെയാണുള്ളത്. നമ്മൾ അയ്യപ്പൻ കോവിലാണുള്ളത്. അയ്യപ്പൻ കോവിൽ നമ്മൾ വന്നിരിക്കുന്നതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലം. അതായത് നമ്മുടെ ഇടുക്കി ജലസംഭരണിയിലെ വെള്ളമൊക്കെ വന്നിട്ട് 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു അമ്പലമുണ്ട്. അപ്പൊ അമ്പലം കാണാനും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു അടിപൊളി തൂക്കുപാലമുണ്ട്. അപ്പോൾ തൂക്കുപാലം കാണാനുമായിട്ടാണ് നമ്മൾ ആ അയ്യപ്പൻ കോവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ നേരെ അങ്ങ് പോയേക്കാം, അധികം പറയുന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റൊക്കെ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അയ്യപ്പൻ കോവിലിലെ അമ്പലവും അതുപോലെ തന്നെ തൂക്കുപാലവും ഒക്കെ കാണാനായിട്ട് നേരെ പോവാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ അഞ്ചുരുളിയിലാണ് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ നിർത്തിയിരുന്നത്. അപ്പോൾ അഞ്ചുരുളിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അയ്യപ്പൻ കോവിലേക്കുള്ള ഇന്നത്തെ ഒരു യാത്ര നമ്മൾ ശരിക്കും പോകുന്നത്. അപ്പോൾ ഈ അയ്യപ്പൻ കോവിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ മെയിൻലി നമുക്ക് 2 ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പറ്റുക. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു തൂക്കുപാലം, അതായത് 200 മീറ്റർ ദൂരമുള്ള 200 മീറ്റർ നീളമുള്ള ഒരു അടിപൊളി തൂക്കുപാലമുണ്ട്. അതുപോലെ തന്നെ 4 പാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി അമ്പലമുണ്ട്. അപ്പോൾ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട അമ്പലം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൗതുകം തോന്നുമെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ചരിത്രം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതായത് അയ്യപ്പൻ കോവിലിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലെ ആദ്യകാല ഗ്രാമങ്ങളിലൊന്നായിട്ടുള്ള ഒരു കുടിയേറ്റ ഗ്രാമമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പ് ആയിരുന്നു ഈ പറയുന്ന അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ പിന്നീട് നമ്മുടെ ഇടുക്കി ഡാമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ടൗൺഷിപ്പ് ഇല്ലാണ്ടായിപ്പോയി. കാരണം വെള്ളമൊക്കെ കയറി നശിച്ചു പോയി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ശരിക്കും നശിച്ചു പോയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞിട്ട്. 1600 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അമ്പലമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ അയ്യപ്പൻ കോവിൽ അമ്പലം. അപ്പോൾ അത് കാണാനായിട്ടാണ് ശരിക്കും നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്നവരെന്തായാലും കമൻറ്റിൽ പറയാം. നമുക്ക് ഈ ഒരു തൂക്കുപാലത്തിന് താഴെ വള്ളം സർവീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെ തോണിയിൽ കൊണ്ടുപോയിട്ട് അവർ തിരിച്ചു കൊണ്ടുവരും. ഈ അമ്പലത്തിന് ചുറ്റും കറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവരും. അതിനൊരു ചെറിയ ഫീസ് ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വെള്ളം മുഴുവൻ നമുക്ക് നമ്മുടെ ഇടുക്കി ജലസംഭരണിയിലെ വെള്ളമാണ്, അതായത് ഇടുക്കി ഡാമിലെ വെള്ളമാണ് ശരിക്കും നമ്മൾ ഈ കാണുന്നത്. പക്ഷെ നമ്മൾ വള്ളത്തേലൊന്നും കയറിയില്ല കേട്ടോ. ഒറ്റത്തള്ളു ഞാൻ തള്ളണോ? അല്ല, ഞാനിങ്ങനെ ഇട്ടിച്ചിട്ട് തള്ളു കൂടുന്ന എൻ്റെ തള്ളു വെച്ച് ഇത് പോവില്ല. അപ്പൊ ശരി ചേട്ടാ, ടാറ്റാ. ഇല്ല ഇല്ല, നല്ല ചേട്ടന്മാരാണ്, സ്നേഹമുള്ളവരാണ്. നമ്മളോട് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ പോകുന്നില്ല, എനിക്ക് നല്ല പേടിയുണ്ട്. അതാണ് മെയിൻലി നമ്മൾ വള്ളത്തിൽ പോകാത്തതിൻ്റെ റീസൺ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഇതിലെ പോകാനായിട്ട്. പക്ഷേ അടിപൊളിയായിരിക്കും പോയിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെള്ളമൊക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ഒരു കാര്യം പറയുന്നതാണെങ്കിൽ ഇത് ഒരുപാട് ഷോർട്ട് ഫിലിംസിലും അതുപോലെ തന്നെ ഫിലിംസിലൊക്കെ ലൊക്കേഷനായിട്ടുള്ള ഒരു പാലമാണ് കേട്ടോ ഈ ഒരു തൂക്കുപാലം എന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റ്ലി പേര് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ശിവകാർത്തികേയൻ്റെ ഏതൊരു സിനിമയുടെ സോങ്ങിൻ്റെ ഒരു ഷൂട്ട് ഇവിടെ നടക്കുമ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ശരിക്കും. അങ്ങനെ കുറേ സിനിമ ലൊക്കേഷൻസൊക്കെ ആണിവിടെ. ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയിൽ ഈ ഒരു ലൊക്കേഷൻ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലം കയറി പാലത്തിൻ്റെ അവസാനം എത്തി. ഇവിടെ നിന്നാണ് ഇനി നമുക്ക് അമ്പലത്തിലേക്കൊക്കെ പോകാനുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇടുക്കി ജലസംഭരണിക്കുള്ളിലേക്കുള്ള കയ്യേറ്റം അനധികൃതമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതൊക്കെ ശ്രദ്ധിക്കുക, അവിടെ വരുന്നവർ അനധികൃതമായി അകത്തേക്കൊന്നും കയറാതിരിക്കുക. പിന്നെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ പേര് പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നൊക്കെയാണ് കേട്ടോ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ പേരെങ്ങനെയാണ്. നമ്മൾ എന്തായാലും ഇതിലേ പോയാൽ നമുക്ക് അമ്പലം ദൂരേന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ അമ്പലം കണ്ടേച്ചും വരാം. അപ്പോൾ നമ്മളൊരു കാട് വഴി കൂടെയാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാട് തന്നെയാണ്, കാട്ടുവഴിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ വള്ളത്തിൽ കൂടെയാണ് ആൾക്കാരൊക്കെ പോകുന്നത്. പക്ഷെ നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കാട് വഴി കൂടെയൊക്കെ ചാടി അമ്പലത്തിലേക്ക് പോവാണ്.
വഴിയൊക്കെ തെറ്റി ഒരു കാട്ടിലാകപ്പെട്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഇല്ലിയൊക്കെയുള്ള ഒരു ഇല്ലിക്കാട്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആസ്വദിക്കാനായിട്ട് കൂടെയാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ശരിക്കും ഇതല്ല വഴി, സൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട് കേട്ടോ. അതിലായിരുന്നു ശരിക്കും നമ്മൾ പോകേണ്ടത്. പക്ഷെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ അങ്ങോട്ടും കൂടെ പോകുന്നുണ്ട്. വഴി മാറി വന്നാണേലും കൊള്ളാമല്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്, സൂര്യനൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻകോവിൽ അമ്പലത്തിലേക്കുള്ള വഴി ഇവിടെ വെള്ളം ഇല്ലാത്തപ്പോൾ വെള്ളത്തിൽ കൂടെ തന്നെയാണ്. ഇപ്പോൾ ഈ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തുകൂടി തന്നെയാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് റോഡൊക്കെ ഉണ്ട് അങ്ങോട്ട്. ശരിക്കും അതിപ്പം വെള്ളം കൊണ്ട് മൂടി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാട്ടിലൂടെ പോകുന്നത്. ശരിക്കും ഇതല്ല, ഞങ്ങൾ ഇത്രയും നാളും വന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു വഴി. വെള്ളത്തിനുള്ളിൽ ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തിനുള്ളിൽ കൂടെ തന്നെ ഒരു റോഡൊക്കെ ഉണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ബൈബിളിൽ സ്വർഗത്തിലേക്കുള്ള വഴിയെ കുറിച്ച് പറയുന്ന പോലെയാണ് അയ്യപ്പൻകോവിൽ അമ്പലത്തിലേക്കുള്ള വഴി. ഭയങ്കരമായിട്ട് ഇടുങ്ങിയതും ഞെരുങ്ങിയതും വാതിലിടുങ്ങിയതും ഒക്കെയാണ്. എന്തായാലും ഞങ്ങൾ മടുത്ത് ക്ഷീണിച്ചു പോയി കേട്ടോ. കാരണം അതുപോലെ കാട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഈ വെള്ളത്തിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അയ്യപ്പൻകോവിൽ അമ്പലം. ഈ അമ്പലം കാണാനായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നത്. ഈ വെള്ളത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇടുക്കി ജലസംഭരണിയിലെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ചിലപ്പോൾ ആ അമ്പലം വെള്ളത്തിലായിരിക്കും, അല്ലെങ്കിൽ ആ അമ്പലം കരയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ അമ്പലം കരയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് വരാനുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ വെള്ളം കിടക്കുന്ന വഴി തന്നെയാണ്. ഇതിലെ തന്നെ നമ്മൾ ബൈക്കൊക്കെ ഓടിച്ച് നമുക്ക് വരാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു ഇങ്ങോട്ട്. കാരണം ഇങ്ങോട്ട് അധികം വെള്ളമൊന്നുമില്ല. ഇതിലെ നമുക്ക് നടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു. അന്ന് നമുക്ക് സുഖമായിട്ട് നടന്ന് ഈ വെള്ളത്തിൽ കൂടെ നടന്ന് നമുക്ക് അമ്പലത്തിലൊക്കെ കയറാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വെള്ളത്തിനുള്ളിലാണ്. അന്ന് ആ ഒരു അമ്പലത്തിന് പുറകിലായിട്ട് ഒരു ചെറിയൊരു അരുവി പോലെ, അരുവിയല്ല, ഒരു ചെറിയൊരു പുഴ പോലെയുള്ള ഒരു പുഴ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിത് മൊത്തം ഒറ്റ ഒരു വെള്ളമായിട്ട് കിടക്കണതാണ്. മുഴുവൻ ഒറ്റ വെള്ളമായിട്ട് കിടക്കുന്നത്. ഒരു ദ്വീപ് പോലെ ആയിപ്പോയി കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു മലയുടെ പുറകിലൂടെയാണ് ശരിക്കും പുഴ ഒഴുകുന്നത്. പക്ഷേ ഇതിപ്പോൾ മുഴുവൻ ഏകദേശം ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇപ്പം. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വേസ്റ്റ്. നമ്മൾ എവിടെ പോയാലും പറയുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം അങ്ങോട്ട് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ ഒരുപാട് വേസ്റ്റ് മാലിന്യങ്ങൾ അവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇതൊരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. ഇതുപോലത്തെ അമ്പലങ്ങളൊക്കെ കേരളത്തിൽ അധികം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വെള്ളത്തിനുള്ളിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു ജലാശയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് മാത്രമല്ല, എന്താണെങ്കിൽ പോലും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, മുഴുവൻ ഇതിലെ വേസ്റ്റാണ് കേട്ടോ കിടക്കുന്ന മുഴുവൻ. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വരുന്നവർ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ അയ്യപ്പൻകോവിൽ അമ്പലം വളരെ ദൂരെ നിലകണ്ടേ. അപ്പോൾ അത് അടുത്തേക്ക് കാണാനായിട്ട് ഞങ്ങൾ വീണ്ടും കുന്നും മലകളും ചളിയും മണ്ണും ഒക്കെ ചാടിക്കടന്ന് അങ്ങോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തേക്ക് നമ്മുടെ ഈ ഒരു ദിവസത്തെ 4ാമത്തെ വീഡിയോ ആണ്, ഒറ്റ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മടുത്ത്, എൻ്റെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, മുടിയൊക്കെ ഭയങ്കരമായിട്ട് കാറ്റിലൊക്കെ പറന്നു പോയി, ഭയങ്കരമായിട്ട് വെയിലൊക്കെ അടിച്ച് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒട്ടും എനർജി ഇല്ലായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. പിന്നെ വേറെ കാര്യം പറയാനാണ്, നമുക്കൊരു ക്യാമറ ഇല്ലാത്തതിൻ്റെ വിഷമം ശരിക്കും മനസ്സിലാക്കി തന്നൊരു വീഡിയോ ആയിരുന്നു ഇത്. ഭയങ്കരമായിട്ട് ഫോൺ ഷെയ്ക്ക് ആകുന്നു, അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് നമുക്ക് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല, ബാറ്ററി തീർന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി തന്നൊരു വീഡിയോയും കൂടെ ആണിത്. എഡിറ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല വിഷമമായി. പക്ഷേ എന്നാലും നമ്മൾ ഇത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. കാരണം വളരെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. ഒരു ദിവസം 4ാമത്തെ വീഡിയോ ആണ്, ഒറ്റ ദിവസം എടുത്ത് 4ാമത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് കാണിക്കുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും കുറേ കാടും മലയൊക്കെ താണ്ടി നമ്മൾ അവസാനം നമ്മുടെ അമ്പലത്തിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ അമ്പലം. ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ പുറകിൽ. എനിക്കത് കറക്റ്റ് കാര്യമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചിട്ട് അറിയാവുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അമ്പലത്തിനുള്ളിലേക്ക് ഒന്ന് പോകാം. ഇതാണ് അമ്പലത്തിനുള്ളിലേക്ക് പോകാനുള്ള പാലം കേട്ടോ. ഈ ഒരു പാലത്തിലൂടെയാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, നമുക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും മോസ്കാണെങ്കിലും എന്തോ ആണെങ്കിലും, അവരുടെ ആചാരങ്ങളിലേക്ക് നമ്മൾ അതിക്രമിച്ച് കയറത്തൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കാണുന്നു, നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നു, വീഡിയോ ഒക്കെ എടുക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് എല്ലാ ആചാരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമ്മളെന്തായാലും അമ്പലത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നില്ല. അമ്പലത്തിന് പുറത്ത് നിന്ന് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ശരിക്കും മുള കൊണ്ടുള്ള ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിലൂടെ കയറാൻ ചെറിയൊരു പേടിയുണ്ട്. നമ്മുടെ മുമ്പത്തെ തൂക്കുപാലം പോലൊന്നും അല്ല. ഇത് കണ്ടോ, ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പാലമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു പാലത്തേൽ കയറാനായിട്ട്. കാരണം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം നല്ല പഴയൊരു പാലമാണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ നമ്മൾ കയറിയിട്ട് വല്ലോ പൊട്ടിപ്പോവല്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വെള്ളത്തിൽ കിടക്കും. വെള്ളം അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ഈ പാലത്തെ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം അങ്ങനെ ഒരു പാലത്തെ കൂടെ നമുക്ക് പോകാൻ പറ്റി. നമ്മൾ ഈ മുന്നിൽ കാണുന്നിടത്തൊരു കിണറുണ്ട് കേട്ടോ. ആ കിണർ ശരിക്കും വെള്ളത്തിൽ മൂടി കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെള്ളമുള്ളൊരു കിണർ അതായിരിക്കും. കിണറ്റിലേക്കാളും ഒരുപാട് മുകളിൽ വെള്ളമുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒരു കെട്ടിടം വെള്ളത്തിനുള്ളിലാണ്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളിയാണ്. ഈ പുറകിൽ കാണുന്ന ഒരു കല്ലുണ്ടല്ലോ, ആ കല്ലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു കല്ലാണ് കേട്ടോ. വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഇതാണ് ആ കിണർ ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വെള്ളമുള്ള കേരളത്തിലെ കിണർ. അതുപോലെ തന്നെ നല്ല രസമാണ്, ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഒരു രസമാണ്. നമ്മൾ കുറച്ചും കൂടെ വെള്ളത്തിനുള്ളിലേക്ക് ഇങ്ങനെ, അതായത് പാലം കയറി വന്ന് നോക്കിക്കഴിയുമ്പം ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ നല്ലൊരു രസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു മലയുണ്ടല്ലോ, ആ മലയുടെ പുറകിൽ കൂടെയാണ് ആ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. വള്ളം ഒരിക്കലും നേരെയല്ല വരുന്നത്, പുറകിൽ കൂടി ഇങ്ങനെ ചുറ്റി വളഞ്ഞ് അമ്പലം ചുറ്റി വള്ളം തിരിച്ചു പോകുന്നതിനാണ് അവർ ഏകദേശം 600 രൂപയെങ്ങാണ്ടാന്ന് തോന്നുന്നു അതിന് ചാർജ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞില്ല, പണ്ടത്തെ വഴി. അതാണ് ഈ ഒരു മുന്നിൽ കൂടെ നമ്മുടെ കാണുന്നത്. ഇത് ഇവിടെ എങ്ങനെ ചവിട്ടിയായിരുന്നെങ്കിൽ പ്രശ്നമായത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മളൊരിക്കലും നമ്മുടെ ഒരു ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടി വിശ്വാസപരമായ കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. അമ്പലം പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ നമ്മൾ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എനിക്ക് തോന്നുന്നു അയ്യപ്പനായിരിക്കും. അയ്യപ്പൻ കോവിൽ എന്നാണ് ഇതിൻ്റെ പേര്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അപ്പോൾ എന്തായാലും അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഞങ്ങൾ പുറത്തു നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളൊരിക്കലും വിശ്വാസപരമായ കാര്യങ്ങളിൽ അമിതമായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി, എടുത്തു കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ എടുത്ത നാലാമത്തെ അഞ്ചാമത്തെ എന്തോ വീഡിയോ ആയിരുന്നു. നമ്മൾ ഒരേ ഡ്രസ്സ്, അതുപോലെ തന്നെ ഒരുപാട് മടുത്തു. നിങ്ങൾ ആ വീഡിയോയിൽ എന്നെ കണ്ടാൽ തന്നെ അറിയും, ഭയങ്കരമായിട്ട് വെയിലടിച്ചൊക്കെ മടുത്തു. പിന്നെ അമ്പലത്തിനടുത്തേക്ക് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നടന്ന് ഭയങ്കരമായിട്ട് മടുത്തു ശരിക്കും. പിന്നെ ക്യാമറ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ശരിക്കും അറിയിച്ചു തന്നൊരു വീഡിയോ ആയിരുന്നു ഇത്. കാരണം ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നു നടന്നു കഴിയുമ്പം. അതുപോലെ തന്നെ കറക്റ്റ് അവിടെ ചെന്നപ്പോൾ നമ്മുടെ മൈക്കിന്റെ ബാറ്ററി തീർന്നു പോയി. അങ്ങനെ മൊത്തത്തിലൊരു ദുരന്തമായിരുന്നു ഈ ഒരു വീഡിയോ. പക്ഷെ നമ്മളത് നമ്മുടെ മാക്സിമം നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ വിട് പോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ പറയാം. പിന്നെ ഈ അയ്യപ്പൻ കോവിൽ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇത് അടിപൊളിയാണ്. കാരണം വെള്ളമൊക്കെ കയറി കിടന്നാൽ അടിപൊളിയായിട്ട് ആ അമ്പലം വെള്ളത്തിനുള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരാനൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളുടെ കമന്റ് ഒക്കെ താഴെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വ്യത്യസ്തമായ ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ.